നമസ്കാരം. ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയും സൗന്ദര്യവും അതിൻ്റെ ജനാധിപത്യ പ്രക്രിയയിലാണ്. ഓരോ പൗരനും സ്വതന്ത്രമായി രേഖപ്പെടുത്തുന്ന അവൻ്റെ വോട്ട്, അതാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ നട്ടെല്ല്. എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശുദ്ധിയെക്കുറിച്ച് നാം ഓരോരുത്തരും വലിയ ആശങ്കയിലാണ്. നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ രാജ്യം ആദരവോടെയും വിശ്വാസത്തോടെയും കണ്ടിരുന്ന സ്ഥാപനങ്ങൾ ഇന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒരു ജനതയുടെ വിശ്വാസത്തെ മുതലെടുത്ത് ചില ശക്തികൾ നമ്മുടെ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി വന്നിരിക്കുന്നു. ഈ സംശയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകിയതും ഈ ദുരൂഹതയുടെ മൂടുപടം മാറ്റിയതും ഒരേ ഒരു വ്യക്തിയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നേതാവാണ് എന്നതിലുപരി സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ ഒരു ജനനായകൻ, ശക്തനായ ഒരു പോരാളി എന്നതിനപ്പുറം ജനങ്ങളുടെ രക്ഷകൻ എന്ന സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർന്നു വന്നിരിക്കുന്നു. അതാണ് രാഹുൽ ഗാന്ധി. എന്തുകൊണ്ടാണ് ഈ മാറ്റം സംഭവിച്ചത്? ഒരുപക്ഷെ രാജ്യത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി, അവരുടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടതുകൊണ്ടാകാം. സത്യത്തിന് വേണ്ടി ഈ പോരാട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ധീരമായ നിലപാടുകൾ ഇന്ന് ഇന്ത്യയുടെ തെരുവീഥികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് വിശ്വാസ്യതയുടെയും അതോടൊപ്പം തന്നെ നിഷ്പക്ഷതയുടെയും പ്രതീകമായിട്ടാണ് നാം കണ്ടിരുന്നത്. അതൊരു സാധാരണ സ്ഥാപനമല്ല, മറിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരാണ്. ജനങ്ങളുടെ വിശ്വാസമാണ് അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത് വ്യത്യസ്തമാണ്. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നു. അദ്ദേഹം വോട്ട് മോഷണത്തിൻ്റെയും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളുടെയും തെളിവുകൾ സഹിതം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടി രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നുവെന്ന് അദ്ദേഹം തെളിവുകൾ സഹിതം നിരത്തി സ്ഥാപിച്ചു. തുടക്കത്തിൽ ഈ വിഷയത്തെ അവഗണിക്കാനും രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി ആക്രമിക്കാനും ശ്രമം നടന്നു. കേന്ദ്ര ഭരണകൂടത്തിൻ്റെ കൈകളിലെ പാവകളായി ചില മാധ്യമങ്ങൾ ഈ വിഷയത്തെ തള്ളിക്കളയാനായിട്ട് ശ്രമിച്ചു. ഇതൊരു വ്യാജ ആരോപണമാണ്, രാഹുൽ ഗാന്ധിക്ക് വേറെ രക്ഷയില്ല എന്നൊക്കെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ വിഡ്ഢിത്തങ്ങൾ വിളമ്പിയപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി രാഹുൽ ഗാന്ധിയിൽ നിന്നുണ്ടായി. ഒരു കള്ളം മറച്ചു വയ്ക്കാൻ വേണ്ടി കമ്മീഷൻ സത്യവാങ്മൂലം ആവശ്യപ്പെട്ടപ്പോൾ താനല്ല, ഈ രാജ്യത്തോട് കള്ളം പറഞ്ഞവർ മാപ്പ് പറയണമെന്ന് അദ്ദേഹം തിരിച്ചടിച്ചു. ആ നിമിഷം അദ്ദേഹമാകട്ടെ പ്രതിപക്ഷ നേതാവ് എന്നതിലുപരി ജനങ്ങളുടെ മനസ്സിലെ യഥാർത്ഥ ജനനായകനായി മാറുകയായിരുന്നു. ഇത് കേവലം രാഹുൽ ഗാന്ധിയുടെ വെറുമൊരു ആരോപണം മാത്രമല്ല, 6 മാസക്കാലം നടത്തിയ കണ്ടെത്തലുകളുടെയും നിരീക്ഷണത്തിൻ്റെയും തെളിവുകൾ സഹിതമുള്ള വ്യക്തമായതും ആഴത്തിലുള്ളതുമായിട്ടുള്ള പഠനത്തിൻ്റെ ഫലമാണ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ എത്ര ഭീകരമാണ് എന്ന് അദ്ദേഹം ഓരോ പൗരനും കൃത്യമായി മനസ്സിലാക്കി കൊടുത്തു. ഉദാഹരണത്തിന്, ഒരു വീട്ടിൽ 500-ലധികം വോട്ടുകൾ, ഒരേ വീട്ടിൽ വ്യത്യസ്ത മതസ്ഥരുടെ പേരുകൾ, അതുപോലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും പേരുകൾ തെറ്റായിട്ട് നൽകിയ വോട്ടുകൾ, വിലാസത്തിൽ ഒരേ വീട്ടിൻ നമ്പർ ആവർത്തിക്കുന്നത്, ഇതെല്ലാം വളരെ കൃത്യമായ തെളിവുകളോട് അദ്ദേഹം അവതരിപ്പിച്ചു. ഇതൊരു തെറ്റായി സംഭവിച്ചതല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണത്തോടു കൂടി നടത്തിയ നീക്കങ്ങളാണെന്ന് ഈ തെളിവുകൾ വിളിച്ചു പറയുകയാണ്. ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താൻ ഭരണപക്ഷം നടത്തിയ നീക്കങ്ങളെയാണ് ഈ തെളിവുകൾ തുറന്നു കാട്ടുന്നത്. ഈ സംഭവങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. കേവല ഭൂരിപക്ഷമില്ലാതെ ഭരണം നടത്തുന്ന മോദി സർക്കാരിന് ഇത് വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത്. 3ാം തവണ അധികാരത്തിലെത്തിയിട്ടും ഇതുവരെ നേരിടാത്ത വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം ഉന്നയിച്ച പരാതികളെയെല്ലാം പുച്ഛിച്ച് തള്ളിക്കളഞ്ഞവർക്ക് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു തിരിച്ചടി ഇപ്പോൾ താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. ജനാധിപത്യത്തെ ഒറ്റുകൊടുത്ത ഒരു ഭരണാധികാരിയല്ല, മറിച്ച് അതിനെ സംരക്ഷിക്കാൻ ഇറങ്ങിയ രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ യഥാർത്ഥ നേതാവെന്ന് ജനങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് രാജ്യം മുഴുവൻ രാഹുൽ ഗാന്ധിക്കൊപ്പം നിലകൊള്ളാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ ജനങ്ങൾ രാഹുൽ ഗാന്ധിക്കൊപ്പം നിലകൊണ്ടതോടുകൂടി മോദി സർക്കാരിൻ്റെ ആണിക്കല്ല് ഇളകി എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇനി ഒരു തെരഞ്ഞെടുപ്പിലും മോദി പ്രഭാവം ഉണ്ടാകില്ല എന്ന് ജനങ്ങളിപ്പോൾ മനസ്സിൽ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. തന്നെ പപ്പുവെന്നും അമൂൽ ബേബി എന്നും കളിയാക്കിയവർക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി ഇന്ന് വാനോളം വളർന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ മോദിയേക്കാൾ ഒരു പടി മുന്നിലെത്തിയിരിക്കുന്നു. ഇന്ത്യ സഖ്യവും കോൺഗ്രസും നടത്തുന്ന ഈ ഒരു ധർമ്മസമരം അത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്. സത്യത്തിൻ്റെയും നീതിയുടെയും ശബ്ദം എല്ലാ കോണുകളിലും ഇപ്പോൾ അലയടിക്കുകയാണ്. അതിശക്തമായി ഉറച്ച ശബ്ദത്തിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ അദ്ദേഹത്തിന് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ഓരോ പൗരൻ്റെയും വോട്ടുകളുടെ മൂല്യം അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അദ്ദേഹം ഒറ്റയ്ക്ക് നടത്തിയ ഈ പോരാട്ടം ചെറുതല്ല. രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരു കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തെ പരിഹസിച്ച് തകർക്കാൻ ശ്രമിച്ചവർക്ക് തെറ്റിപ്പോയി എന്ന് ഇന്ന് ഇപ്പോൾ രാജ്യം തിരിച്ചറിയുന്നു. ഈ ആശങ്കാജനകമായ സാഹചര്യത്തിൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് കാതോർക്കുകയാണ്. ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഈ വെളിപ്പെടുത്തലുകൾ കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിഷയം മാത്രമല്ല, ഇത് ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചുള്ള വിഷയം തന്നെയാണ്. നമ്മുടെ വോട്ടുകളുടെ മൂല്യത്തെക്കുറിച്ചുള്ളതാണ്. കള്ളം പറഞ്ഞവരും ജനാധിപത്യത്തെ വഞ്ചിച്ചവരും ശിക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്.
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങൾക്ക് മുന്നിൽ തലകുനിക്കാൻ കഴിയാതെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അവർ പറയാതെ തന്നെ ഇപ്പോൾ മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെയാണ് രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയുടെ ഇൻവോൾവ്മെൻറ്റ് അത് പ്രസക്തമാകുന്നത്. അദ്ദേഹം തൊടുത്തുവിട്ട ബ്രഹ്മാസ്ത്രം BJP മോദി കമ്മീഷൻ്റെ ആ ഒരു കൂട്ടുകെട്ടിൻ്റെ നെഞ്ചിലേക്ക് തന്നെ ഇപ്പോൾ തുളച്ചു കയറിയിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ നാടകമല്ല, മറിച്ച് രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ധർമ്മയുദ്ധമാണ് ഇതെന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എന്ന ജനങ്ങളുടെ രക്ഷകൻ ഇന്ന് ഇന്ത്യൻ ജനതയുടെ രക്ഷകനായി തന്നെ മാറിയിരിക്കുന്നത്. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന രാഹുലിൻ്റെ ഈ പോരാട്ടത്തിൻ്റെ വിജയം കാണാൻ ഇനി അധികം നാൾ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരില്ല. രാഹുൽ ഗാന്ധി ഇപ്പോൾ നല്ല ഫോമിലാണ്.